ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വാട്സപ്പിൻ്റെ സ്പീഡ് എങ്ങനെ വർദ്ധിപ്പിക്കാം, അതുകൂടാതെ തന്നെ ഡൗൺലോഡിങ് സ്പീഡ് എങ്ങനെ വർദ്ധിപ്പിക്കാം, അതുപോലെ തന്നെ ഹാക്കിംഗ് എങ്ങനെ ഒഴിവാക്കാം. ഈ കാര്യങ്ങൾക്കൊക്കെയുള്ള സൊല്യൂഷനാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ്. പല ആൾക്കാർക്കും ഇതറിയാം, പല ആൾക്കാർക്കും ഇതറിയില്ല. അപ്പോൾ അറിയാത്ത ആൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് നമ്മൾ സിമ്പിളായിട്ട് ചെയ്യേണ്ടത് നമ്മളെ പേഴ്സണൽ വാട്സപ്പ് ഏതാണ് വാട്സപ്പ് യൂസ് ചെയ്യുന്നത് അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് കുറേ സെറ്റിങ്സൊക്കെ കാണാൻ പറ്റും. അതിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് നാലാമത്തെ ഡാറ്റ ആൻഡ് സ്റ്റോറേജ് യൂസേജ് അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. അതിൽ നമ്മൾ നോക്കേണ്ടത് ഓട്ടോ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്, മീഡിയ ഓട്ടോ ഡൗൺലോഡ്. അതിൻ്റെ താഴെ വെൻ യൂസിങ് മൊബൈൽ ഡാറ്റ, വെൻ കണക്റ്റഡ് ഓൺ വൈഫൈ, വെൻ ഇൻ റോമിങ്, അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് അതിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മളതിൽ ഫസ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ കാണാൻ പറ്റും ഫോട്ടോസ്, ഓഡിയോ, വീഡിയോ, ഡോക്യുമെൻറ്റ്സ്, ഇതൊക്കെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മളതൊക്കെ ജസ്റ്റ് ഓഫ് ചെയ്ത് കൊടുക്കുക, അൺക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. അതുപോലെ തന്നെ വൈഫൈയുടെ വെൻ കണക്റ്റഡ് ടു വൈഫൈ എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അവിടെയും നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റോമിംഗ് ഉണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് ഓഫ് ചെയ്യുക. അത് ഓഫ് ചെയ്താലോ ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ റോമിങ്ങിൽ ഡാറ്റ സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണത്. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. സ്റ്റേ സേഫ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.